ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ലിറ്ററേച്ചർ ഫിംഗർ ടിപ്സ്. പാഠം 2, ഒരു ദിനാന്ത സഞ്ചാരം. USS മലയാളം. ചോദ്യങ്ങൾ. ചോദ്യം 1. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ. ഓപ്ഷൻസ്: എ. ഉള്ളൂർ, ബി. ആശാൻ, സി. വള്ളത്തോൾ, ഡി. ചങ്ങമ്പുഴ. ഉത്തരം സി. വള്ളത്തോൾ. ചോദ്യം 2. കേരള വാൽമീകി എന്ന് വിശേഷിപ്പിക്കുന്നതാരെ? ഓപ്ഷൻസ്: എ. വള്ളത്തോൾ, ബി. എഴുത്തച്ഛൻ, സി. MT വാസുദേവൻ നായർ, ഡി. ഉള്ളൂർ. ഉത്തരം എ. വള്ളത്തോൾ. ചോദ്യം 3. 1878 ഒക്ടോബർ 16 മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ചേന്നര ഗ്രാമത്തിൽ ജനിച്ച സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻസ്: എ. ചങ്ങമ്പുഴ, ബി. വള്ളത്തോൾ, സി. ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ഡി. സുഭാഷ് ചന്ദ്രൻ. ഉത്തരം ബി. വള്ളത്തോൾ. ചോദ്യം 4. 1908 തൻ്റെ രോഗബാധയെ തുടർന്ന് വള്ളത്തോൾ എഴുതിയ കവിത ഏതാണ്? ഓപ്ഷൻസ്: എ. ഋതുവിലാപം, ബി. ബധിരവിലാപം, സി. കാവ്യാമൃതം, ഡി. കൈരളി കടാക്ഷം. ഉത്തരം ബി. ബധിരവിലാപം. ചോദ്യം 5. വള്ളത്തോൾ കേരളോദയത്തിൻ്റെ പത്രാധിപൻ ആയത് ഏത് വർഷത്തിൽ? ഓപ്ഷൻസ്: എ. 1916, ബി. 1900, സി. 1915, ഡി. 1901. ഉത്തരം സി. 1915. ചോദ്യം 6. 1913 പുറത്തിറങ്ങിയ വള്ളത്തോളിൻ്റെ മഹാകാവ്യം ഏതാണ്? ഓപ്ഷൻസ്: എ. ബധിരവിലാപം, ബി. ചിത്രയോഗം, സി. ഇന്ത്യയുടെ കരച്ചിൽ, ഡി. എൻ്റെ ഗുരുനാഥൻ. ഉത്തരം ബി. ചിത്രയോഗം. ചോദ്യം 7. സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാത്ത വള്ളത്തോൾ കൃതി ഏതാണ്? ഓപ്ഷൻസ്: എ. സ്വപ്നവാസവദത്തം, ബി. അഭിജ്ഞാനശാകുന്തളം, സി. മാർക്കണ്ഡേയ പുരാണം, ഡി. കാവ്യാമൃതം. ശ്രദ്ധിക്കുക, ചോദ്യം ഒരിക്കൽ കൂടി. സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാത്ത വള്ളത്തോൾ കൃതി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഡി. കാവ്യാമൃതം. അപ്പോൾ ആദ്യം നമ്മൾ വള്ളത്തോൾ കൃതികൾ ഏതൊക്കെയാണ് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് എന്നറിഞ്ഞിരിക്കണം അല്ലേ? ഏതൊക്കെയാണ്? സ്വപ്നവാസവദത്തം, അഭിജ്ഞാനശാകുന്തളം, മാർക്കണ്ഡേയ പുരാണം എന്നിവയാണ് തന്നിരിക്കുന്നവയിൽ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട വള്ളത്തോൾ കൃതികൾ. ചോദ്യം 8. കേരള ടെന്നീസൺ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാര്? ഓപ്ഷൻസ്: എ. വള്ളത്തോൾ, ബി. പ്രേംജി, സി. VT ഭട്ടതിരിപ്പാട്, സി. എഴുത്തച്ഛൻ. ഉത്തരം എ. വള്ളത്തോൾ. ചോദ്യം 9. വള്ളത്തോളിൻ്റെ സാഹിത്യമഞ്ജരി എത്ര ഭാഗങ്ങൾ ഉണ്ട്? ഓപ്ഷൻസ്: എ. 10, ബി. 11, സി. 13, ഡി. 15. ഉത്തരം ബി. 11. ചോദ്യം 10. വള്ളത്തോളിന് ലഭിക്കാത്ത പുരസ്കാരം ഏത്? ഓപ്ഷൻസ്: എ. കവിതിലകൻ, ബി. കവി സാർവഭൗമ, സി. പത്മവിഭൂഷൺ, ഡി. ഓടക്കുഴൽ. ശ്രദ്ധിക്കുക, ചോദ്യം ഒരിക്കൽ കൂടി. വള്ളത്തോളിന് ലഭിക്കാത്ത പുരസ്കാരം ഏത്? ഉത്തരം ഡി. ഓടക്കുഴൽ.
വള്ളത്തോളിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ലഭിക്കാത്ത പുരസ്കാരം ഏതാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സോ വള്ളത്തോളിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ്? കവി തിലകൻ, കവി സാർവഭൗമ, പത്മവിഭൂഷൺ. ഇത് മൂന്നും വള്ളത്തോളിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളാണ്. ഇതിൽ പെടാത്തത് ഓടക്കുഴൽ പുരസ്കാരമാണ്. സോ വള്ളത്തോളിന് ലഭിക്കാത്ത പുരസ്കാരം ഏതാണ്? ഓടക്കുഴൽ പുരസ്കാരം. ചോദ്യം 11. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടാത്തതാര്? ഓപ്ഷൻസ്: എ ഉള്ളൂർ, ബി എഴുത്തച്ഛൻ, സി കുമാരനാശാൻ, ഡി വള്ളത്തോൾ. ശ്രദ്ധിക്കുക, ചോദ്യം ഒരിക്കൽ കൂടി. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടാത്തതാര്? ഉത്തരം ബി എഴുത്തച്ഛൻ. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂട്ടത്തിൽ പെടാത്തത് ആരാണ് എന്ന് അറിയുവാനായിട്ട് സാധിക്കൂ. അപ്പോൾ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ് തന്നിരിക്കുന്നതിൽ? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരാണ് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നവർ. ചോദ്യം 12. വള്ളത്തോളിൻ്റെ കൃതി അല്ലാത്തതേത്? ചോദ്യം ഒരിക്കൽ കൂടി. വള്ളത്തോളിൻ്റെ കൃതി അല്ലാത്തതേത്? ഓപ്ഷൻസ്: എ എൻ്റെ ഗുരുനാഥൻ, ബി കൊച്ചു സീത, സി മഗ്ദലമറിയം, ഡി ശക്തിപൂജ. ഉത്തരം ഡി ശക്തിപൂജ. സോ തന്നിരിക്കുന്നവയിൽ എൻ്റെ ഗുരുനാഥൻ, കൊച്ചു സീത, മഗ്ദലമറിയം എന്നിവയെല്ലാം വള്ളത്തോളിൻ്റെ കൃതികളിൽ പെടുന്നവയാണ്. ചോദ്യം 13. സാഹിത്യരംഗത്ത് ചില ശബ്ദതാര നൃത്തങ്ങൾ ഇഴഞ്ഞു വരുന്നതിനിടയിലാണ് ഒരു വസന്തതിലകം പോലെ അദ്ദേഹത്തിൻ്റെ വരവ്. ആര് ആരെക്കുറിച്ച് പറഞ്ഞു? ഓപ്ഷൻസ്: എ ഭട്ടതിരിപ്പാട് വള്ളത്തോളിനെക്കുറിച്ച്, ബി പുതുശ്ശേരി രാമചന്ദ്രൻ ഉള്ളൂരിനെക്കുറിച്ച്, സി അഴീക്കോട് ചങ്ങമ്പുഴയെക്കുറിച്ച്, ഡി ചങ്ങമ്പുഴ ഇടപ്പള്ളിയെക്കുറിച്ച്. ഉത്തരം എ ഭട്ടതിരിപ്പാട് വള്ളത്തോളിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇവ. ചോദ്യം 14. മലയാളത്തിലെ ശബ്ദസുന്ദരൻ ആരാണ്? ഒരിക്കൽ കൂടി. മലയാളത്തിലെ ശബ്ദസുന്ദരൻ ആരാണ്? ഓപ്ഷൻസ്: എ വൈലോപ്പിള്ളി, ബി ചങ്ങമ്പുഴ, സി ഇടശ്ശേരി, ഡി വള്ളത്തോൾ. ഉത്തരം ഡി വള്ളത്തോൾ. ചോദ്യം 15. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വാരുണ്യയെ, വന്ദിപ്പിൻ വരദയെ. ഈ വരികൾ ആരുടേത്? കൃതി ഏത്? ഓപ്ഷൻസ്: എ വള്ളത്തോൾ മാതൃവന്ദനം, ബി കുമാരനാശാൻ വീണപൂവ്, സി വള്ളത്തോൾ ബാപ്പുജി, ഡി ഉള്ളൂർ ഉമാകേരളം. ഉത്തരം എ വള്ളത്തോൾ മാതൃവന്ദനം. ചോദ്യം 16. കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: എ മുകിൽ, ബി മേഘം, സി കാറ്, ഡി നഭസ്. ഉത്തരം ഡി നഭസ്. ചോദ്യം 17. ഏത് കൃതി രചിച്ചതിലൂടെയാണ് വള്ളത്തോളിന് മഹാകവി എന്ന പട്ടം ലഭിച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി. ഏത് കൃതി രചിച്ചതിലൂടെയാണ് വള്ളത്തോളിന് മഹാകവി എന്ന പട്ടം ലഭിച്ചത്? ഓപ്ഷൻസ്: എ ചിത്രയോഗം, ബി സാഹിത്യമഞ്ജരി, സി മഗ്ദലമറിയം, ഡി ദൈവസ്വപ്നം. ഉത്തരം എ ചിത്രയോഗം.
ചോദ്യം 18. വള്ളത്തോളിൻ്റെ ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിത എഴുതിയ വർഷം. ഓപ്ഷൻസ്: എ 1918, ബി 1998, സി 1900, ഡി 1990. ഉത്തരം എ 1918. ചോദ്യം 19. കേരള ടാഗോർ എന്ന വിശേഷണത്തിന് അർഹനായ കവി. ചോദ്യം ഒരിക്കൽ കൂടി. കേരള ടാഗോർ എന്ന വിശേഷണത്തിന് അർഹനായ കവി. ഓപ്ഷൻസ്: എ കുമാരനാശാൻ, ബി വള്ളത്തോൾ, സി NV കൃഷ്ണവാര്യർ, ഡി ONV കുറുപ്പ്. ഉത്തരം ബി വള്ളത്തോൾ. ചോദ്യം 20. പ്രകൃതിയുടെ വാഗ്മയാവിഷ്കാരം വ്യക്തമാക്കുന്ന വള്ളത്തോൾ കവിത ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി. പ്രകൃതിയുടെ വാഗ്മയാവിഷ്കാരം വ്യക്തമാക്കുന്ന വള്ളത്തോൾ കവിത ഏതാണ്? ഓപ്ഷൻസ്: എ ഒരു ദിനാന്ത സഞ്ചാരം, ബി സാഹിത്യമഞ്ജരി, സി കൈരളി കന്തളം, ഡി ഓണപ്പുടവ. ഉത്തരം എ ഒരു ദിനാന്ത സഞ്ചാരം. ചോദ്യം 21. സൂര്യപ്രകാശം കുന്നിലേക്കുമ്പോഴുള്ള മാറ്റം കവി വർണ്ണിക്കുകയാണ്. ഈ വർണ്ണന വ്യക്തമാക്കുന്ന വരികൾ ഏവ? ഓപ്ഷൻസ്: എ ഇപ്പോക്കു വെയിലേൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നിതു കുന്നിതേറ്റം, ബി ആ മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയെങ്കിലെല്ലാം, സി ഈ പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്ക് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ, ഡി പരക്കെ പച്ചനിറം പെടുന്നി കുന്നെത്രയും കൺകുളിരേകിടുന്നു. ഉത്തരം എ ഇപ്പോക്കു വെയിലേൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നിതു കുന്നിതേറ്റം. ചോദ്യം 22. ശരിയായ പദം ഏത്? ഓപ്ഷൻസ്: എ ആച്ഛാദനം, ബി ആച്ഛാദനം, സി ആച്ഛാദനം, ഡി ആച്ഛാദനം. ഉത്തരം എ ആച്ഛാദനം. ചോദ്യം 23. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന മലയാള കവി. ചോദ്യം ഒരിക്കൽ കൂടി. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന മലയാള കവി. ഓപ്ഷൻസ്: എ പി കുഞ്ഞിരാമൻ നായർ, ബി ഉള്ളൂർ S പരമേശ്വരയ്യർ, സി വള്ളത്തോൾ നാരായണ മേനോൻ, ഡി കുമാരനാശാൻ. ഉത്തരം സി വള്ളത്തോൾ നാരായണ മേനോൻ. ചോദ്യം 24. ദേശീയ കവി എന്ന വിശേഷണമുള്ള മലയാള കവി. ചോദ്യം ഒരിക്കൽ കൂടി. ദേശീയ കവി എന്ന വിശേഷണമുള്ള മലയാള കവി. ഓപ്ഷൻസ്: എ ചങ്ങമ്പുഴ, ബി ONV, സി P ഭാസ്കരൻ, ഡി വള്ളത്തോൾ. ഉത്തരം ഡി വള്ളത്തോൾ. ചോദ്യം 25. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? ചോദ്യം ഒരിക്കൽ കൂടി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻസ്: എ വള്ളത്തോൾ, ബി MT വാസുദേവൻ നായർ, സി തകഴി, ഡി ONV. ഉത്തരം എ വള്ളത്തോൾ. ചോദ്യം 26. താഴെ പറയുന്നവയിൽ വള്ളത്തോളിൻ്റെ കൃതി അല്ലാത്തത് ഏത്? ശ്രദ്ധിക്കുക. താഴെ പറയുന്നവയിൽ വള്ളത്തോളിൻ്റെ കൃതി അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: എ ശിഷ്യനും മകളും, ബി കരുണ, സി അച്ഛനും മകനും, ഡി ബധിരവിലാപം. ഉത്തരം ബി കരുണ. ചോദ്യം 27. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ. മർത്യനു പെറ്റമ്മ തൻ
ഭാഷതാൻ. ആരുടെ വരികൾ? ചോദ്യം ഒരിക്കൽ കൂടി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ. മർത്യനു പെറ്റമ്മ തൻ ഭാഷതാൻ. ഓപ്ഷൻസ്: എ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ബി. വള്ളത്തോൾ നാരായണ മേനോൻ, സി. ONV കുറുപ്പ്, ഡി. കുമാരനാശാൻ. ഉത്തരം ബി. വള്ളത്തോൾ നാരായണ മേനോൻ. ചോദ്യം 28. ഗാന്ധിജിയുടെ മരണത്തിൽ ദുഃഖിച്ച് വള്ളത്തോൾ എഴുതിയ കാവ്യം. ചോദ്യം ഒരിക്കൽ കൂടി. ഗാന്ധിജിയുടെ മരണത്തിൽ ദുഃഖിച്ച് വള്ളത്തോൾ എഴുതിയ കാവ്യം. ഓപ്ഷൻസ്: എ. ബധിരവിലാപം, ബി. എൻ്റെ ഗുരുനാഥൻ, സി. ബാപ്പുജി, ഡി. സാഹിത്യമഞ്ജരി. ഉത്തരം സി. ബാപ്പുജി. ചോദ്യം 29. കേരള കലാമണ്ഡലം ഏത് കലാരൂപത്തിൻ്റെ പുനരുദ്ധാരണത്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി. കേരള കലാമണ്ഡലം ഏത് കലാരൂപത്തിൻ്റെ പുനരുദ്ധാരണത്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻസ്: എ. ഓട്ടൻതുള്ളൽ, ബി. കഥകളി, സി. പടയണി, ഡി. മോഹിനിയാട്ടം. ഉത്തരം ബി. കഥകളി. ചോദ്യം 30. ഋഗ്വേദം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത മലയാള കവി. ചോദ്യം ഒരിക്കൽ കൂടി. ഋഗ്വേദം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത മലയാള കവി. ഓപ്ഷൻസ്: എ. ONV കുറുപ്പ്, ബി. അയ്യപ്പ പണിക്കർ, സി. വള്ളത്തോൾ, ഡി. ഒളപ്പമണ്ണ. ഉത്തരം സി. വള്ളത്തോൾ. ചോദ്യം 31. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: എ. ബധിരവിലാപം, ബി. ബന്ധനസ്ഥനായ അനിരുദ്ധൻ, സി. കൊച്ചുസീത, ഡി. കാഞ്ചനസീത. ഉത്തരം ഡി. കാഞ്ചനസീത. ചോദ്യം 32. താഴെ പറയുന്നവരിൽ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച വ്യക്തിയാര്? ശ്രദ്ധിക്കുക. താഴെ പറയുന്നവരിൽ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച വ്യക്തിയാര്? ഓപ്ഷൻസ്: എ. വള്ളത്തോൾ, ബി. സുഗതകുമാരി, സി. ചങ്ങമ്പുഴ, ഡി. ഒളപ്പമണ്ണ. ഉത്തരം എ. വള്ളത്തോൾ. ചോദ്യം 33. ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ എന്ന് കവി സാദൃശ്യപ്പെടുത്തുന്നത് എന്തിനെയാണ്? ഓപ്ഷൻസ്: എ. കടൽ, ബി. കുന്ന്, സി. പുഴ, ഡി. സൂര്യൻ. ഉത്തരം ബി. കുന്ന്. ചോദ്യം 34. പത്രം എന്ന പദത്തിന് സമാന പദം ഏത്? ഓപ്ഷൻസ്: എ. ചെടി, ബി. ഇല, സി. പൂവ്, ഡി. വേര്. ഉത്തരം ബി. ഇല. ചോദ്യം 35. ആച്ഛാദനം വിപരീത പദം ഏത്? ഓപ്ഷൻസ്: എ. ഉച്ചാടനം, ബി. അനാച്ഛാദനം, സി. ഉദ്ഘാടനം, ഡി. വിച്ഛേദനം. ഉത്തരം ബി. അനാച്ഛാദനം. ചോദ്യം 36. മുകിൽ എന്ന അർത്ഥം വരാത്ത പദം. ശ്രദ്ധിക്കുക. മുകിൽ എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻസ്: എ. ജലദം, ബി. മേഘം, സി. പ്രഭ, ഡി. നീരദം. ഉത്തരം സി. പ്രഭ. ചോദ്യം 37. പകരം പദം എഴുതുക. അമ്പരം. ശ്രദ്ധിക്കുക. അമ്പരം എന്ന പദത്തിന് പകരം പദം എഴുതുക. ഓപ്ഷൻസ്: എ. ആകാശം, ബി. കടൽ, സി. കുന്ന്, ഡി. പുഴ. ഉത്തരം എ.
ആകാശം. ചോദ്യം 38. കാണുന്നിതങ്ങേ പുറമാഴി പോലെ. അടിവരയിട്ട പദത്തിന് പകരം പദം എഴുതുക. ശ്രദ്ധിക്കുക, കാണുന്നിതങ്ങേ പുറമാഴി പോലെ. ഇവിടെ അങ്ങേപ്പുറമാഴി എന്നുള്ളിടത്ത് അവസാനത്തെ 2 അക്ഷരങ്ങൾ മായും ഴിയും, അത് അടിവരയിട്ട് തന്നിരിക്കുന്നു. അതിന് പകരം പദം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ്: എ മരം, ബി വള്ളി, സി പുഴ, ഡി കടൽ. ആഴി എന്നതിന് പകരം പദം ഏതാണ്? ഉത്തരം ഡി കടൽ. ചോദ്യം 39. മാധവകാലം എന്ന് കവി അർത്ഥമാക്കുന്ന കാലം ഏത്? ശ്രദ്ധിക്കുക, മാധവകാലം എന്ന് കവി അർത്ഥമാക്കുന്ന കാലം ഏത്? ഓപ്ഷൻസ്: എ വസന്തം, ബി ഹേമന്തം, സി ഗ്രീഷ്മം, ഡി ശരത്. ഉത്തരം എ വസന്തം. ചോദ്യം 40. ശൈലം എന്നർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻസ്: എ താഴ്വര, ബി പർവ്വതം, സി നദി, ഡി കാട്. ഉത്തരം ബി പർവ്വതം. ചോദ്യം 41. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻസ്: എ വാഗ്മയം, ബി വാഗ്മയം, സി വാഗ്മയം, ഡി വാഗ്മയം. ഉത്തരം ബി വാഗ്മയം. ചോദ്യം 42. ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ആരുടെ വരികൾ? ശ്രദ്ധിക്കുക, ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ഓപ്ഷൻസ്: എ വൈലോപ്പിള്ളി, ബി ഉള്ളൂർ, സി ആശാൻ, ഡി വള്ളത്തോൾ. ഉത്തരം ഡി വള്ളത്തോൾ. ചോദ്യം 43. ശരിയായത് ഏത്? ഇളങ്കറുപ്പ്. ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് ഇളങ്കറുപ്പ് എന്ന പദം പിരിച്ചെഴുതിയിരിക്കുന്ന പല രീതികളാണ്. അതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്: എ ഇളം പ്ലസ് കറുപ്പ്, ബി ഇളം പ്ലസ് കറുപ്പ്, സി ഇള പ്ലസ് കറുപ്പ്, ഡി ഇള പ്ലസ് കറുപ്പ്. ഉത്തരം എ ഇളം പ്ലസ് കറുപ്പ്. ചോദ്യം 44. കാഞ്ചനക്കൂട് വിഗ്രഹിച്ചെഴുതുക. ഓപ്ഷൻസ്: എ കാഞ്ചനം പോലുള്ള കൂട്, ബി കാഞ്ചനം കൊണ്ടുള്ള കൂട്, സി കാഞ്ചനമാകുന്ന കൂട്, ഡി കാഞ്ചനയുടെ കൂട്. ഉത്തരം ബി കാഞ്ചനം കൊണ്ടുള്ള കൂട്. ചോദ്യം 45. വീചി എന്ന പദത്തിൻ്റെ സമാന പദം. ഓപ്ഷൻസ്: എ വഴി, ബി തിര, സി നിഴൽ, ഡി ആകാശം. ഉത്തരം ബി തിര. ചോദ്യം 46. കടൽ എന്ന പദത്തിൻ്റെ സമാന പദം. ഓപ്ഷൻസ്: എ ഭാഗീരഥി, ബി ആഴി, സി ശൈലം, ഡി ഗിരി. ഉത്തരം ബി ആഴി. ചോദ്യം 47. ശരിയായ പദം എഴുതുക. ഓപ്ഷൻസ്: എ ഉദയാസ്തമയം, ബി ഉദയാസ്തമയം, സി ഉദയാസ്തമയം, ഡി ഉദയാസ്തമയം. ഉത്തരം ഡി ഉദയാസ്തമയം. അധിക ചോദ്യങ്ങൾ. ചോദ്യം 1. ആഴി പോലെ, കോട്ട പോലെ എന്ന പദങ്ങളിൽ നൽകിയ പ്രയോഗം ഏത്? ഉത്തരം പോലെ. ചോദ്യം 2. കിഴക്കുഭാഗത്ത് അകലെ
പരന്നു കിടന്നിടും നന്നു കുന്നിതു കാൺമാൻ. ഈ വരികളിൽ തെളിയുന്ന കുന്ന് ഏതാണ്? ഉത്തരം സഹ്യപർവ്വതം. ചോദ്യം 3. പ്രായണപത്രങ്ങൾ നിറഞ്ഞു തിങ്ങി. ഇവിടെ പത്രങ്ങൾ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം ഇലകൾ. ചോദ്യം 4. 12-ാം വയസ്സിൽ വള്ളത്തോൾ രചിച്ച മണിപ്രവാള കൃതി? ഉത്തരം കിരാതശതകം. ചോദ്യം 5. 1947 മദ്രാസ് ഗവൺമെൻറ് വള്ളത്തോളിന് നൽകിയ ബഹുമതി? ഉത്തരം കേരളത്തിൻ്റെ ആസ്ഥാന കവി. ചോദ്യം 6. ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തരം ആകാശം മുട്ടി നിൽക്കുന്ന ഒരു കോട്ട പോലെയാണ് കുന്നിനെ കാണുന്നത്. ചോദ്യം 7. കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുരിക്കിൻ തയ്യെ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? ഇത് ഏത് സിനിമയിലെ ഗാനമാണ്? ആരുടെ വരികളാണ്? ഉത്തരം സിനിമ ആദ്യകിരണങ്ങൾ. എഴുതിയത് പി. ഭാസ്കരൻ. പി. ഭാസ്കരൻ രചിച്ച ആദ്യകിരണങ്ങൾ എന്ന സിനിമയിലെ ഗാനത്തിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണ് ഇവ.